പാണി സദ്യ. അനുഭവങ്ങൾ. നന്ദനാർ. വീടിൻ്റെ ഉമ്മറത്ത് പടിക്കിലേക്ക് നോക്കി മനോരാജ്യങ്ങളിൽ മുഴുങ്ങി ചെരിഞ്ഞു കിടക്കുമ്പോൾ ഏട്ടൻ വരുന്നത് കണ്ടു. ഏട്ടൻ ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകുന്നത് നാളെയാണെന്നറിയാം. ഇത് യാത്ര ചോദിക്കാനുള്ള വരവായിരിക്കും. അന്ന് ഒന്നും രണ്ടും പറഞ്ഞ് തന്നെ തല്ലിപ്പോയതിനു ശേഷം ഏട്ടൻ വീട്ടിൽ വന്നിട്ടില്ല. അങ്ങോട്ടേക്ക് അന്വേഷിച്ച് ഏട്ടൻ്റെ ഭാര്യ വീട്ടിലേക്ക് ഗോപി പോയതുമില്ല. എന്തിനു പോകണം? വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒപ്പമല്ലേ? ഏട്ടനെ അഭിമുഖീകരിക്കാതെ കഴിയണം. തൽക്കാലം ഇവിടെ നിന്ന് മാറുന്നതാണ് നല്ലത്. നേരിൽ കണ്ടാൽ വല്ലതും പറഞ്ഞുവെന്നും ചോദിച്ചുവെന്നും വരും. പിന്നെ രംഗം ചൂടായി മുമ്പത്തെ പോലെ തല്ലിൽ അവസാനിച്ചെന്നു വരാം. അതിനൊന്നും വഴിവെക്കണ്ട. ഇവിടെ നിന്ന് മാറിക്കളയുന്നത് തന്നെയാണ് ഔചിത്യം. ഗോപി പെട്ടെന്ന് എഴുന്നേറ്റ് പത്തായപ്പുരയുടെ പിൻഭാഗത്തു പോയി. പിന്നീട് പത്തായപ്പുരയുടെ തൊടിയിലൂടെ അടുത്ത വീട്ടിലെ തൊടിയിലേക്ക് കടന്ന് പാടത്തേക്ക് ഇറങ്ങി ഇടവഴിയിൽ കയറി. ഇടവഴിയിലൂടെ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനും പരിസരവും വിജനമാണ്. വടക്കോട്ടുള്ള ട്രെയിൻ പോയിട്ട് അധിക സമയമായിട്ടില്ല. ഇനി ആ ട്രെയിൻ വൈകുന്നേരം 4 മണിക്കാണ് തെക്കോട്ട് തിരിച്ചു പോവുക. ആ സമയമാകുമ്പോഴേ റെയിൽവേ സ്റ്റേഷനിൽ വീണ്ടും ചെത്തവും ചൂരവും ഉണ്ടാകും. പ്ലാറ്റ്ഫോമിലെ പ്ലാശിൻ മരത്തിൽ പക്ഷികളുടെ കലപില ശബ്ദം. ഒരു കല്ലെടുത്തെറിഞ്ഞപ്പോൾ കുറേ പക്ഷികൾ ചിറകിട്ടടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമായി പറന്നകന്നു പോയി. അങ്ങോട്ട് കല്ലെടുത്തെറിയേണ്ടിയിരുന്നില്ലെന്ന് ഉടൻ തോന്നുകയും ചെയ്തു. റെയിൽവേ പാളങ്ങളിലൂടെ വടക്കോട്ടേക്ക് നടന്നു. റെയിൽവേ പാളത്തിൻ്റെ ഇരുഭാഗത്തും പാടങ്ങളാണ്. 5 നാഴിക നടന്നാൽ അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്താം. അമ്മു ചെറിയമ്മയുടെ കുട്ടികളുടെ അച്ഛനായ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ഇല്ലം ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1 നാഴിക ദൂരത്താണ്. 5-6 കൊല്ലങ്ങൾക്ക് മുൻപ് ഒരിക്കൽ അമ്മു ചെറിയമ്മയുടെ ഒപ്പം ഇല്ലത്തേക്ക് പോയിട്ടുണ്ട്. ധാരാളം സ്വത്തുള്ള ഇല്ലമാണ്. കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരാണത്രേ ഇല്ലത്തെ നമ്പൂതിരിമാർ. ഇല്ല വളപ്പു തന്നെ വലിയൊരു ലോകമാണ്. ഇല്ലത്തിൻ്റെ പടിപ്പുരയിൽ നിന്ന് പൂമുഖത്തെത്താൻ കഷ്ടിച്ച് 1 ഫർലോങ് നടക്കണം. ഇല്ല വളപ്പിലാകെ എപ്പോഴും തണുപ്പും ഇരുട്ടുമാണ്. കൊടും വേനൽക്കാലത്തു പോലും ഇല്ലത്തിൻ്റെ പടിപ്പുര കടന്നാൽ സ്വാഗതം ചെയ്യുന്നത് തണുപ്പും ഇരുട്ടുമാണ്. ആ വിളപ്പില്ലാത്ത വൃക്ഷങ്ങളില്ല. ഒക്കെ പോത്തൻ വൃക്ഷങ്ങൾ. ജാമ്പവാൻ്റെ കാലത്തുണ്ടായിരുന്നതാണെന്ന് തോന്നും. ഇങ്ങനത്തെ വൃക്ഷങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇരുട്ടും തണുപ്പും ഇല്ലാതിരിക്കുമോ? കുളങ്ങൾ 2 ഇല്ലത്ത്. നമ്പൂതിരിമാർക്ക് 1 കുളം, അന്തർജനങ്ങൾക്ക് 1 കുളം. കുളമെന്ന് വെച്ചാലോ ഊക്കൻ കുളങ്ങൾ തന്നെ. അമ്മു ചെറിയമ്മയും താനും നടന്നിട്ട് തന്നെയാണ് ഇല്ലത്തേക്ക് പോയത്. 5 നാഴിക നടക്കണമല്ലോ. അമ്പലത്തിൽ ഭഗവതിയെ പള്ളിക്കുറപ്പുണർത്താനുള്ള വെടിശബ്ദം കേട്ടപ്പോഴേ എഴുന്നേറ്റു. ദിനകൃത്യങ്ങൾക്കു ശേഷം കട്ടൻ കാപ്പിയും തലേന്നു രാത്രി ഉണ്ടാക്കി വെച്ചിരുന്ന കൊഴക്കട്ടയും കഴിച്ചു നടന്നു. നേരം പുലരുന്നതിന് മുൻപ് തന്നെ ഇല്ലത്തെത്തി. എത്തിയ ഉടൻ കുളിച്ചു വന്നു. കുളി കഴിഞ്ഞ് പിന്നെയും കുറേ നേരം കഴിഞ്ഞ ശേഷമാണ് ചായ കിട്ടിയത്. ചായ വല്ലാത്തൊരു ചായ തന്നെ. സ്ട്രോന്നൊരു വെള്ളം. പക്ഷേ ചായയുടെ കൂടെ കിട്ടിയ നെയ്യപ്പം അസ്സലായിരുന്നു. നല്ല പശുവിൻ നെയ്യിലുണ്ടാക്കിയ നെയ്യപ്പം. നെയ്യപ്പത്തിൻ്റെ സ്വാദ് ചായ കെടുത്തിക്കളഞ്ഞു. ചായയ്ക്ക് പകരം ചുക്കുവെള്ളം കിട്ടിയാൽ മതിയായിരുന്നെന്ന് തോന്നി. ചായ കഴിഞ്ഞ് അമ്മു ചെറിയമ്മയോടൊപ്പം പത്തായപ്പുരയുടെ താഴത്തെ വരാന്തയിലിരുന്നു. പത്തായപ്പുരയുടെ മുറ്റത്തുകൂടെ നമ്പൂതിരിമാർ പോകുമ്പോഴൊക്കെ അമ്മു ചെറിയമ്മയും താനും എഴുന്നേറ്റ് നിന്നു. കുറേ കഴിഞ്ഞപ്പോൾ മടുപ്പ് തോന്നി. എത്ര പ്രാവശ്യമാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക? ചെറിയമ്മയ്ക്ക് എഴുന്നേറ്റ് നിൽക്കുന്നതിൽ വിഷമമുള്ള ഭാവമേ ഇല്ല. ഏറ്റവും സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു ജോലിയാണിതെന്നൊരു ഭാവമാണ് അവർക്ക്. എഴുന്നേറ്റ് നിന്നതെന്നും അടുത്തപ്പോൾ തൊടിയിലേക്കൊന്നു പോയി. അപ്പോഴാണ് പത്തി വിടർത്തിയ ഒരു മൂർഖൻ പാമ്പിനെ ഒരു ചാൺ അകലത്ത് വെച്ച് കണ്ടത്. ഒരൊറ്റ ഓട്ടം ഓടി. അന്ന് ഓടിയ സ്ഥലത്ത് ഇന്ന് പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല. ഓടി കിതച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ചെറിയമ്മ ചോദിച്ചു, എന്തേ? പാമ്പ് എവിടെ? തൊടിയിൽ. എന്തിനാ തൊടിയിലൊക്കെ സർക്കിയിട്ട് പോയത്? ഇവിടെ ഒരിടത്ത് ഒതുങ്ങിയിരുന്നാൽ പോരെ? ഇവിടെ എങ്ങനെയാണ് ഒതുങ്ങിയിരിക്കുക? എഴുന്നേറ്റ് നിന്ന് മടുത്തു എന്ന് പറയാൻ തോന്നിയെങ്കിലും പറഞ്ഞില്ല. കിതപ്പ് തീർന്നത് കുറച്ചു നേരം കഴിഞ്ഞ ശേഷമാണ്. എന്തൊരു ഉഗ്രൻ പാമ്പ്! ആ പാമ്പ് കടിക്കുകയൊന്നും വേണ്ട, ഒന്ന് ഊതിയാൽ മതി. ആരായാലും ആ നിമിഷം മലർന്നടിച്ചു വീണു ചാവും. സമയം ഉച്ചയാറാകായിട്ടും അമ്മു ചെറിയമ്മയ്ക്ക് കുട്ടികളുടെ അച്ഛൻ നമ്പൂതിരിയെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല. കാണാൻ പറ്റാതെ മടങ്ങേണ്ടി വരുമോ എന്ന ഉത്കണ്ഠ തോന്നി. അമ്മു ചെറിയമ്മയ്ക്ക് അദ്ദേഹത്തെ കാണാനിട്ട് ഇത്ര ബുദ്ധിമുട്ടോ? ഭാര്യയും ഭർത്താവും തമ്മിൽ ഇത്ര അകൽച്ചയോ? എന്താണിങ്ങനെ? ഉച്ച തിരിഞ്ഞപ്പോൾ ഒരാൾ വന്നു വിളിച്ചു ഊണ് കഴിക്കാൻ. ചെറിയമ്മയോടൊപ്പം ഇല്ലത്തിൻ്റെ പിൻഭാഗത്തേക്ക് നടന്നു. അവിടെ അടുക്കള കോലായിലിട്ടിട്ടുള്ള ഇലയ്ക്ക് മുൻപിൽ ചെന്നിരുന്നു. ചോറ് വിളമ്പി തന്നത് ഒരാത്തേമാരായിരുന്നു. ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ 2ാമത്തെ വേളി.
ദൂഷ്യം പറയരുതല്ലോ, ചോറ് നന്നായിരുന്നു. പക്ഷേ കൂട്ടാൻ്റെ കാര്യം പറയാതിരിക്കുകയാവും ഭേദം. അടങ്ങാങ്ങ അച്ചാറ്, കൂർക്കലുപ്പേരി, മുളകിൻ കൊണ്ടാട്ടം, മോര്, നല്ലപോലെ വിശക്കുന്നത് കൊണ്ടാവും വിഭവങ്ങൾക്കൊക്കെ ബഹുസ്വാദ് തോന്നി. അന്നത്തെ കാര്യമൊന്നും ഇന്നും നല്ല ഓർമ്മയുണ്ട്. ഊണ് കഴിഞ്ഞ് പത്തായപ്പുരയുടെ വരാന്തയിൽ വന്നു കിടന്നൊന്നു മയങ്ങി. ഉറക്കത്തിൽ തൊടിയിൽ വെച്ചു കണ്ട മൂർഖം പാമ്പ് ദേഹത്ത് ചുറ്റിക്കയറുന്നതായി സ്വപ്നം കണ്ടു പേടിച്ച് നിലവിളിച്ചാണ് ഉണർന്നത്. ചെറിയമ്മ ചോദിച്ചു, എന്തേ ഗോപിയെ, സ്വപ്നം കണ്ട് പേടിച്ചോ? അന്തം വിട്ടു നിൽക്കുന്നത് കണ്ടപ്പോൾ ചെറിയമ്മ വീണ്ടും ചോദിച്ചു, പാമ്പിന് സ്വപ്നം കണ്ടതാവും അല്ലേ? അതെ. സാരില്ല, വീട്ടിൽ ചെന്ന് അച്യുതൻ നായരെ കൊണ്ട് ഒരു ചരട് ജപിച്ചു കെട്ടാം. ഇന്നെന്നെ മടങ്ങില്ലേ? പിന്നല്ലാണ്ടേ, അദ്ദേഹത്തെ കണ്ടൊന്ന് യാത്ര പറയണം. ഇനിയും കണ്ടില്ലേ അദ്ദേഹത്തെ? ഇല്ല. ബ്രഹ്മദത്തൻ നമ്പൂതിരിക്ക് വലിയ തിരക്ക്. പിന്നെ അമ്മു ചെറിയമ്മയെ എങ്ങനെ വന്ന് കാണും? അമ്മു ചെറിയമ്മ അവസാനം അദ്ദേഹത്തെ ചെന്നു കാണുകയാണ് ഉണ്ടായത്. കൂടെ ഗോപിയും ഉണ്ടായിരുന്നു. ബ്രഹ്മദത്തൻ നമ്പൂതിരി ചോദിച്ചു, പോവയ്യോ? ഉവ്. എന്നാ പോയിക്കോ. മടിശീല തുറന്ന് 4 ചെറിയമ്മയുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അമ്മു ചെറിയമ്മ സംശയിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ബ്രഹ്മദത്തൻ നമ്പൂതിരി വീണ്ടും പറഞ്ഞു, അടുത്ത ആഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഈ മാസത്തെ തൊഴൽ കഴിഞ്ഞിട്ടില്ലല്ലോ. ഒരു 4 അണിയും കൂടി കിട്ടിയാൽ. ഒരു നിവർത്തിയില്ല, തന്നത് വാങ്ങി വേഗം അങ്ങോട്ട് പോവുക. ദേഷ്യത്തോടെയാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അമ്മുച്ചെറിയമ്മ അവിടെ നിന്നില്ല. തന്നോടൊരക്ഷരമെങ്കിലും ചോദിക്കണമല്ലോ, അതും ഉണ്ടായില്ല. തൻ്റെ നേരെ ശരിക്കൊന്നും നോക്കുക പോലും ചെയ്തില്ല അദ്ദേഹം. രാമൻ നമ്പൂതിരിയുടെ ഇല്ലത്തേക്കാണ് പോയിരുന്നതെങ്കിലോ സൽക്കാരങ്ങൾ കൊണ്ടും വാത്സല്യ പ്രകടനങ്ങൾ കൊണ്ടും വീർപ്പ് മുട്ടിക്കും അദ്ദേഹം. രാമൻ നമ്പൂതിരി എവിടെ? ബ്രഹ്മദത്തൻ നമ്പൂതിരി എവിടെ? എന്തോ കഥ. കാലുകൾ നീട്ടി നീട്ടി വച്ച് ഗോപി റെയിൽപാളത്തിലൂടെ നടന്നു. വെയിലിന് ചൂട് കൂടുതലായിരിക്കുന്നു. യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് മടങ്ങി പോന്നിട്ടുണ്ടാവും ഏട്ടൻ. ഒരു ഉറുപ്പികയെങ്കിലും അമ്മയ്ക്ക് കൊടുത്തിരിക്കും. തന്നെ അന്വേഷിച്ചിരിക്കുമോ? അന്വേഷിച്ചാലും വേണ്ടില്ല, അന്വേഷിച്ചില്ലെങ്കിലും വേണ്ടില്ല. റെയിൽപാളത്തിൽ നിന്ന് ഒരു കല്ലെടുത്ത് ദൂരത്തേക്ക് ഓങ്ങി എറിഞ്ഞു. ഏറിൻ്റെ ഉന്നം ഏട്ടൻ്റെ തലമണ്ടയ്ക്കാണ്. ഏട്ടനെവിടെ? ഏറു ചെന്ന് വീഴുന്നതെവിടെ എന്നതൊന്നും പ്രശ്നമല്ല. ജീവിതം എന്ന് വെച്ചാൽ തന്നെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് മാത്രമാണ്. വിശപ്പ് തോന്നാത്ത ഒരു നിമിഷമെങ്കിലും ജീവിതത്തിനില്ല. നിറച്ചുണ്ട് കൈ കഴുകുമ്പോഴും വീണ്ടും വിശപ്പ് തുടങ്ങുന്നു. വയറിനകത്തൊരു ശൂന്യതയാണ് എപ്പോഴും അനുഭവപ്പെടുന്നത്. ആമാശയവും കുടലുമൊക്കെ എവിടെയാണാവോ? അടുത്ത റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത്ര ക്ഷണം 5 നാഴിക നടന്നെത്തിയോ? പ്ലാറ്റ്ഫോമിലെ സിമൻറ്റ് ബെഞ്ചിലിരുന്നു. വിയർത്തൊലിക്കുന്നു. കുപ്പായം ഇട്ടില്ലല്ലോ. അതിനൊക്കെ സമയം എവിടെ? ഏട്ടനെ കണ്ടതും സ്ഥലം വിട്ടതും ഒപ്പം കഴിഞ്ഞു. 1 നാഴിക നടന്നാൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിയുടെ ഇല്ലത്തെത്താം. ഈ വെയിലത്ത് 1 നാഴിക നടക്കാനൊന്നും വയ്യ. അല്ലെങ്കിൽ എന്തിനു പോകണം അവിടെ? അവസാനം അവിടെ ചെന്നെത്തിയാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയെന്നും വരില്ല. ആരാ എന്താ എന്നൊരു ചോദ്യം പോലും ഉണ്ടാവില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അല്പം അകലെ കണ്ട ഒരു വീടിൻ്റെ പടിക്കൽ ചെറിയൊരു ആൾക്കൂട്ടം. എന്താണ് അവിടെ? പോയി നോക്കിയാലോ? അങ്ങോട്ട് എഴുന്നേറ്റ് നടന്നു. പിണ്ടസദ്യ കഴിഞ്ഞിരിക്കുന്നു. പിണ്ടസദ്യയ്ക്ക് ശേഷം സർവാണി സദ്യയുണ്ട്. സർവാണി സദ്യയ്ക്കുള്ള ആൾക്കൂട്ടമാണ് പുറത്ത് നിൽക്കുന്നത്. ഗോപി ആൾക്കൂട്ടത്തെ നോക്കി. ആൾക്കൂട്ടത്തിൽ ഇല്ലാത്തവർ ആരുമില്ല. എല്ലാവരുമുണ്ട്. യാചകർ, രോഗികൾ, ഗിരിവർഗക്കാർ, ഹരിജനങ്ങൾ, അശ്ലീലം പറയുന്നവരും അക്ഷമ കാണിക്കുന്നവരുമുണ്ട്. ഒരക്ഷരം ശബ്ദിക്കാതെ നിൽക്കുന്നവരിൽ ഒരുത്തനായി ഗോപി ആ ആൾക്കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്നു. ആൾക്കൂട്ടത്തിൽ പരിചയക്കാരായി ആരും ഉണ്ടാവരുതേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. പാടമ്പത്ത് തറവാട്ടിലെ കുട്ടികൾ സർവാണി സദ്യയിൽ ഉണ്ണുന്നത് വല്ലവരും കാണുന്നത് മോശമല്ലേ? എന്തൊരു വിശപ്പ്! കണ്ണിൽ ഇരുട്ടു കയറുന്നു. ഇടയ്ക്കിടയ്ക്ക് ആൾക്കൂട്ടം അപ്രത്യക്ഷമാകുന്നത് പോലെ, ശബ്ദങ്ങൾ മുഴക്കമായി തോന്നുന്നത് പോലെ. ഒരു ചെറുമച്ചക്കൻ അടുത്തു വന്ന് ചോദിച്ചു, ഇജ്ജ് എവിടത്തുകാരനാ? ചൂളിപ്പോയി. മറുപടി പറയാതെ നിൽക്കുന്നത് കണ്ടപ്പോൾ ചെറുമച്ചക്കൻ വീണ്ടും ചോദിച്ചു, എന്താടാ മിണ്ടാത്തത്? തൊള്ളയിൽ നാവില്ലേ? ഗോപി ശബ്ദിക്കാതെ മറ്റൊരിടത്ത് പോയി നിന്നു. ഒരു തോർത്തുമുണ്ട് മാത്രം ഉടുത്ത് ഒരാൾ ധൃതിയോടെ ആൾക്കൂട്ടത്തിൻ്റെ അടുത്ത് ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഇരുന്നോളിൻ, കയ്യിൽ പാത്രങ്ങളില്ലേ? ജനക്കൂട്ടത്തിൽ പെട്ടെന്ന് ഒരനക്കവും കുതിച്ചു കയറലും പിൻവാങ്ങലും ഒക്കെ ഉണ്ടായി. ഒട്ടും പരിഭ്രമിക്കേണ്ട, എല്ലാവർക്കും ചോറ് തരും. ആൾക്കൂട്ടത്തിൽ പാത്രങ്ങളില്ലാത്തവരുണ്ട്. അവർ തേക്കിൻ്റെ ഇല പൊട്ടിക്കാനായി അടുത്ത വീട്ടിലേക്ക് കുതിച്ചു. അപ്പോൾ ഗോപിയും ഒട്ടും സംശയിച്ചു നിന്നില്ല. തേക്കിൻ്റെ ഇല പൊട്ടിക്കാൻ പോകുന്നവരുടെ കൂട്ടത്തിൽ അവനും ചേർന്നു. പരിചയക്കാരായി ഇവിടെ ആരുമില്ല, അതുകൊണ്ട് എന്തു വേഷവും കെട്ടാം. എന്നാലും ഗോപിക്ക് വിഷമം തോന്നാതിരുന്നില്ല. സർവാണി സദ്യയ്ക്ക് തേക്കിൻ്റെ ഇലയിൽ ചോറ് വാങ്ങി ഉണ്ണുക.
തേക്കിൻ്റെ ഇലകൾ പൊട്ടിച്ചുകൊണ്ടുവന്നു. പാത്രങ്ങളും ഇലകളും മുന്നിൽ വെച്ച് ജനം ഒതുങ്ങിയിരുന്നു. ആവി പൊങ്ങുന്ന നാറുന്ന ചാക്കരിച്ചോറ് അവരുടെ മുൻപിൽ വിളമ്പി. പിന്നെ ഒരു കൂട്ടാനും ഉപ്പേരിയും പപ്പടവും. എല്ലാം വിളമ്പിക്കഴിഞ്ഞപ്പോൾ തേക്കിൻ്റെ ഇല കൂട്ടിപ്പിടിച്ചെഴുന്നേറ്റ് തിരക്കൊഴിഞ്ഞ ഒരു സ്ഥലത്തേക്ക് ചെന്നിരുന്നു. ചാക്കരിച്ചോറിൻ്റെ മണം ഗോപിക്കിഷ്ടമാണ്. കന്നിയിലും മകരത്തിലുമെല്ലാം പണമുണ്ടെങ്കിൽ വീട്ടിൽ വാങ്ങുന്നത് ചാക്കരി തന്നെയാണല്ലോ. കൂട്ടാൻ്റെ കഷ്ണം എന്താണ്? പുറത്ത് കാണാനില്ലല്ലോ. ചോറിൽ വിരലുകൾ കൊണ്ട് പരതി പരതി നോക്കി. വെണ്ടയ്ക്ക, വഴുതനങ്ങ, മുരിങ്ങക്കായ എല്ലാം തടയുന്നുണ്ട്. ഉപ്പേരി പയറുകൊണ്ടാണ്. ചോറ് ഇഷ്ടം പോലെയുണ്ട്. കഷ്ടി അമ്മയ്ക്കും തനിക്കും ഉണ്ണാൻ മാത്രമുണ്ട്. അവൻ ഒരു ഉരുള ഉരുട്ടി വായിലേക്കിട്ടു. നല്ല സ്വാദ്, നല്ല രുചി. ഭൂഭക്ഷയോടെ ഉണ്ടു. വയറു നിറഞ്ഞപ്പോൾ അവൻ ചുറ്റും നോക്കി. ആളുകൾ അങ്ങിങ്ങായി ഇരുന്നുണ്ണുന്നു. ഈശ്വരാ, ഒരു പിടി ചോറിന് എന്തുമാത്രം കൊതിക്കുന്നു. ചോറിനേക്കാൾ വലുത് മറ്റെന്തുണ്ട് ഈ ലോകത്തിൽ?